വിവാദങ്ങൾക്കൊടുവിൽ വി.കെ. പ്രശാന്ത് എം.എൽ.എ. ഓഫീസ് മാറി. നഗരസഭയുടെ കെട്ടിടത്തിൽ നിന്ന് മരുതം കുഴിയിലേക്കാണ് മാറിയത്. കെട്ടിട വിവാദം നേതൃത്വത്തിന് നാണക്കേടായ പശ്ചാത്തലത്തിൽ മുഖം രക്ഷിക്കാനാണ് നടപടി. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ ആ റിപ്പോർട്ടൊന്ന് കാണാം. ഫോണിൽ സൗഹൃദ സംഭാഷണത്തിനിടെയാണ് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ ഓഫീസ് മാറുന്ന ഒരു സംഭവം വി.കെ. പ്രശാന്തിനോട് പറയുന്നത്. പക്ഷേ അത് മാധ്യമങ്ങളിലൊക്കെ തന്നെയും വലിയ ചർച്ചയാക്കി മാറ്റിയത് CPM തന്നെയാണ് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ ആ വിവാദങ്ങൾക്കൊടുവിൽ വി.കെ. പ്രശാന്ത് ഓഫീസ് മാറിയിരിക്കുകയാണ്. മരുതോങ്കുഴിയിലുള്ള ഓഫീസാണ് പുതിയതായി ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വലിയ രീതിയിൽ CPM-ൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ വി.കെ. പ്രശാന്തിന് നേരിട്ട വിമർശനമാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു ഓഫീസ് മാറുവാൻ ഇടയാക്കിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2026 മാർച്ച് വരെയുള്ള കുടിശ്ശിക അടച്ചു എന്ന് വാദിക്കുകയും എന്നാൽ ഈ വിവാദങ്ങൾക്ക് ശേഷമാണ് കുടിശ്ശിക തുക പൂർണ്ണമായും അടച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് CPM-നുള്ളിൽ വലിയ അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു എന്നത് തന്നെയാണ്. എന്തായാലും മരുതോങ്കുഴിയിലാണ് പുതിയ ഓഫീസ് ഉള്ളത്. ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ചെയ്താൽ പോലെ ഒരു MLA ഓഫീസ് ഉണ്ടാവുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും ആ MLA ഓഫീസിലേക്ക് മാറാതെ എന്തിനാണ് ഇത്തരത്തിൽ ഈ ഓഫീസിൽ തന്നെ നിലനിന്നത്, അതായത് ശാസ്തമംഗലത്തെ ആ ഓഫീസിൽ തന്നെ നിൽക്കണമെന്നൊരു പിടിവാശി പിടിച്ചത് എന്ന ചോദ്യങ്ങളൊക്കെ തന്നെയുമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്തായാലും പുതിയ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പുതിയ ഓഫീസിലേക്ക് മാറിയത്. ഇത് നേരത്തെ ആയിക്കൂടെ എന്നതാണ് CPM നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ വെട്ടിലാക്കിയ ഓഫീസ് വിവാദത്തിലാണ് ഇപ്പോൾ വി.കെ. പ്രശാന്ത് ഓഫീസ് മാറിയിരിക്കുന്നത്. ക്യാമറമാൻ അനൂജിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.